നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഒരു വിവാഹം മുടങ്ങിപ്പോയെന്ന് കരുതി നിന്റെ ജീവിതത്തോടെ അവസാനിക്കുകയാണ്? അല്ലല്ലോ, അത് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം മുടങ്ങിപ്പോയ അതിനേക്കാൾ വലിയൊരു ബന്ധം ഇനിയും വരുമെന്ന ആത്മവിശ്വാസം നീ ഉണ്ടാക്കിയെടുക്കണം. ആ കുട്ടി ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് വീട് വിടാൻ എന്താ കാരണം? അത് ശരി, നമുക്ക് അന്വേഷിക്കാം. ശരി സാർ, ആദ്യം വിശദമായിട്ട് ഒരു പരാതി എഴുതി കൊടുക്കും. ഒരു പരാതി എഴുതി വാങ്ങിച്ചേ സാർ. അഞ്ജുദേ, മോളെ മോളെ നീ എന്താ അവിവേകം കാണിച്ചേ? അഞ്ജുടെ വേണ്ട. മോളെ, ഞങ്ങൾ എന്തുമാത്രം ടെൻഷനിലായിരുന്നു അറിയോ നിനക്ക്? എവിടൊക്കെ തിരക്കിന്നറിയോ? കാണാതായപ്പോ പരാതി കൊടുക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? ഇവരോട് ഇങ്ങനെ പറഞ്ഞാ പോരാ. മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്നോ? നിനക്ക് പോയി ചത്താ മതിയല്ലോ. പിന്നീട് അനുഭവിക്കുന്നത് ആൾക്കാരോട് ഉത്തരം പറയുന്നത് ഞങ്ങളാ. നിന്റെ ഞാൻ എന്താ ഇത്? പോലീസ് സ്റ്റേഷൻ വെച്ചാണോ കയ്യങ്ങളെ? ഇതാണ് സാറേ കാണാതെ പോയ എന്റെ അനിയത്തി. സങ്കടം കൊണ്ട് തല്ലിപ്പോയതാ സാറേ. വേണ്ട സാർ, അറിയാതെ പറ്റിപ്പോയത് ക്ഷമിക്കണം സാർ. തല്ലാനും ദേഹോദരം ഏൽപ്പിക്കാനും ഇവിടെ ആർക്കും ലൈസൻസ് ഇല്ല. അനിയത്തിയായാലും ഭാര്യയായാലും മകളായാലും ദേഹത്ത് കൈവയ്ക്കുന്നത് ശിക്ഷാർഹമാ. ഓർമ്മ വേണം. കൺട്രോൾ യുവർ സെൽഫ്. ഈ കുട്ടി എവിടുന്നാ കിട്ടിയത്? വേളി കടപ്പുറത്തുന്ന സാറേ. ആത്മഹത്യക്ക് ശ്രമിക്കായിരുന്നു ഈ പയ്യനാ രക്ഷിച്ചത്. സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയാ കൊണ്ടുവന്നേ. തക്ക സമയത്ത് ഞങ്ങളുടെ അനിയത്തെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ല, ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്താ കാരണം? അതൊരു വിവാഹ പ്രശ്നമാണ്. കൂടുതൽ പറയുന്ന ഇവള് വിഷമിക്കും. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും കുട്ടിയെ സേഫായിട്ട് തിരികെ കിട്ടിയല്ലോ. ഞങ്ങൾ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ സർ. വേറെ പരാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയിക്കോളൂ. കുട്ടി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലുള്ള അബദ്ധം കാണിക്കരുത്. കേട്ടല്ലോ? എന്നാ ശരി, നിങ്ങൾ പോയിക്കോളൂ. മോളെ വാ. താങ്ക് യു സർ. താങ്ക് യു. ഇവിടെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. അർഹതയില്ലാത്ത കല്യാണം നടത്താൻ വേണ്ടി കള്ളത്തരം കാണിച്ചോണ്ടല്ലേ അത് മുടങ്ങിപ്പോയത്. അതിന് നീ അമ്മയാ കാരണക്കാര്.
നാണക്കേട് സ്വയം വരുത്തി വെച്ചിട്ട് അതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം. നീ ഞങ്ങളെ വെറുതെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞല്ലോ അഞ്ചതേ. നാട് മുഴുവൻ ഇവിടെ അന്വേഷണം നടന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുങ്ങിയത് ഞാനും ദേവികയോ. മോളെ, ഒരു വിവാഹം മുടങ്ങിപ്പോയെന്ന് കരുതി നിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അല്ലല്ലോ, അത് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം മുടങ്ങിപ്പോയ അതിനേക്കാൾ വലിയൊരു ബന്ധം ഇനിയും വരുമെന്ന ആത്മവിശ്വാസം നീ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അബദ്ധം കാണിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയല്ല വേണ്ടത്. ഇതിപ്പോ കൂനമേൽ കുരുവെന്ന പോലെ നാണക്കേടിന്റെ പുറത്ത് നാണക്കേടായി. വേണ്ട വേണ്ട, എല്ലാരും നിർത്ത്. അവളാകെ മനസ്സ് തകർന്നു നിൽക്ക. അതിനിടയ്ക്ക് എല്ലാവരും അവളെ ചീത്ത പറഞ്ഞാലോ? ഇനി ആരും അവളെ കുറ്റപ്പെടുത്തണ്ട. അവളുടെ മനസ്സൊന്നും തണുക്കട്ടെ. മോളെ, നീ അകത്ത് ചെല്ലേ. നിങ്ങളല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്? ഇനിയൊക്കെ വളം വെച്ച് കൊടുക്ക. ഇനി ചാകണോന്ന് പറഞ്ഞ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അന്വേഷിച്ച് പോകാൻ എന്നെ വിളിക്കരുത്, കേട്ടല്ലോ? നീ കാണിച്ചത് വലിയ മണ്ടത്തരായിപ്പോയി. കടലിലേക്ക് ചാടാൻ ഒരുങ്ങുമ്പോ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടെന്ന് നോക്കണ്ടേ? ദേവിക അനീഷൻ വരുമ്പോ നിന്നോട് കടലിലേക്ക് ചാടാൻ പറഞ്ഞല്ലേ? അതിനു മുമ്പ് എന്തിനാ നീ കടലിലോട്ട് ചാടിയേ? ഞാൻ കരുതിയത് വന്നത് അനീഷേനും ദേവിക ചേച്ചായിരിക്കുമെന്ന്. കഷ്ടം, ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതായി പോയല്ലോ നിനക്ക്. ഇനി അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ. എല്ലാവർക്കും തൃപ്തിയാവട്ടെ. എടി, നീ ഒന്ന് സമാധാനിക്കേ. എന്റെ മനസ്സിൽ വേറൊരു പദ്ധതി ഉണ്ട്. എന്ത് പദ്ധതി? നിന്റെ ജീവിതം കുളം തോണ്ടിയതിന് ദേവികയും ഗോപികയും ഞാനൊരു പാഠം പഠിപ്പിക്കും. എങ്ങനെ? ഭദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ സഹായത്തോടെ ദേവികയുടെയും ഗോപികയുടെയും ജീവിതം ഞാനൊരു നരകമാക്കി മാറ്റും. മോളിതുവരെയൊന്നും കഴിച്ചില്ലല്ലോ. ഇത് കഴിക്കേ. എനിക്ക് ആരുടെ ഒരു സിമ്പതിയും വേണ്ട. കൊണ്ടുപോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.